പറഞ്ഞു എന്താണ് സംഭവിച്ചത്? തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിക്കാനുള്ള സാഹചര്യം അതിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു അല്ലേ, വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് നമ്മൾ. ഭൂരിപക്ഷമാണ്, അത് ഭൂരിപക്ഷമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ജില്ലയിലെ എന്നല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഒരു MP എന്ന് തന്നെ പറയണം. അപ്പോൾ നമ്മൾ MP ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ജയിച്ചത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കും. കാരണം അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ട്, നമ്മളെ മുരളി. അതായത് മുരളി എന്ന് പറഞ്ഞാൽ അതായത് കോൺഗ്രസിൻ്റെ വെച്ചാൽ മുൻ മുഖ്യമന്ത്രിയൊക്കെ കരുണാകരൻ സാറിൻ്റെ മകനാണ് മുരളി അല്ലേ. അപ്പോൾ മുരളിനെ എന്താക്കിയതോടെ വെച്ചാൽ അവിടെ ബലിയാടാക്കിയതാണ് കോൺഗ്രസ് സാറിനെ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു സ്ഥാനാർത്ഥിനെ വേണം. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിനെ എന്തായാലും ജയിപ്പിക്കണം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെതും വലതുപക്ഷത്തിൻ്റെ ഒരു അജണ്ടയാണ്. രണ്ടാൾക്കും ആഗ്രഹം സുരേഷ് ഗോപി വരണം. രണ്ട് പാർട്ടിക്കും ആഗ്രഹമാണ്. കാരണം മുമ്പത്തെ സീറ്റിനെ അപേക്ഷിച്ചിട്ട് എന്തുകൊണ്ട് 75,000 വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വിചാരിച്ച പോലെ ബാക്കിയുള്ള ആളെ വോട്ടെല്ലാം അവിടെ പോയി. മുരളിനെ കൊണ്ടുപോയി ഇപ്പം നമ്മൾ രാവിലെ നമ്മളെ ടൗണിൽ ചെർക്കളത്തും അതുപോലെ തന്നെ താലങ്ങാടിയിലല്ലോ ഇതര തൊഴിലാളികൾ ഉണ്ടല്ലോ, പണിക്കാർ. അപ്പോൾ ആരെ സ്കൂട്ടറിൽ പോയിട്ട് അവിടെ മതി ഇരുന്നിട്ടാകുമ്പോൾ എല്ലാവരും കൂട്ടത്തോടെ വരും. അപ്പോൾ രണ്ടാൾ കയറും. ഓനക്ക് ഭാഗം വേണ്ടത് രണ്ടാളായിരിക്കും. അത് ഒരാൾ ആദിലവാന്ന് പറയും. ആദിലവാന്ന് കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ട് ഇട്ടത് എന്തെങ്കിലും ആട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താക്കി വെച്ചാൽ ഗോപി എന്തായി, അത്രയേ ഉള്ളൂ. കൂടുതൽ ഇതിനൊരു ഈ സാഹചര്യം പറയാനുള്ള ഇപ്പൊ മുരളി പറയാനെന്താ വെച്ചാൽ മുരളി പാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട് അതിനെ തുറന്ന് പറയും. നമ്മളെ അതേപോലെ തന്നെ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ വെച്ചാലും പിന്നെ നമ്മളെ ഉണ്ണിത്താൻ നല്ല കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ട് അല്ലേ. അതിലും വേറെ കാര്യമുണ്ട്. ഈ പിന്നെ ഇടതുപക്ഷവും പിന്നെ സ്വന്തം അണികൾ എങ്ങനെങ്കിലും ഉണ്ണിച്ചേർന്ന് പോയി കിട്ടിയെങ്കിൽ മതി എന്ന് പറഞ്ഞിട്ട് മൊയിലൂതും തക്ബറെല്ലാം ചെല്ലിയ ആളുണ്ട്. മുട്ട വരെ മന്ത്രിച്ചിട്ട് കൊണ്ടുപോയിട്ട് വെച്ച് UDFന്റെ അത് സ്വന്തം കേസിലുള്ള ആൾക്കാർ മുട്ട വരെ വിജയിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുട്ട വരെ മന്ത്രിച്ചിട്ട് കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ചെന്നാണ് ഉണ്ണിച്ച പറഞ്ഞത്. എല്ലാം ഓതിട്ടുണ്ടാവും. ഉണ്ണിച്ച പറഞ്ഞില്ല മുട്ട വരെ മന്ത്രിച്ചിട്ട് ടേബിളിന്റെ മുകളിൽ ഉണ്ടായിന്. അതായത് സ്വന്തം പേരൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ആൾക്കാരല്ലേ സ്വന്തം പേരൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റും, ബാക്കിയുള്ള ആൾക്ക് പറ്റില്ല അല്ലേ. അപ്പോൾ എന്താ കഴിച്ചാൽ സ്വന്തം അണികൾ എങ്ങനെങ്കിൽ ഈ മുസീബത്തിന് എങ്ങനെയെങ്കിൽ മാറണമെന്ന് പറഞ്ഞിട്ട് ആലമസനാത്ത് നൂറുൽ ഓതിയത് കൊണ്ട് എന്താക്കി അറിയോ, അതാര് കഴിച്ചറിയോ, അടുത്ത വർഷം BJP-ക്കാർ ജയിച്ച് അവർ രണ്ടാളെ വോട്ടിൽ മങ്കൂസ് പോലും കഴിച്ചിട്ട് ജയിച്ച പോലെ ജയിച്ച് അത്ര. അതുകൊണ്ടാണ് ഇപ്പൊ പൊട്ടുന്ന പെട്ടി സാഹചര്യം അങ്ങനെയൊക്കെ കഴിഞ്ഞു. അതാണ്. പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ വയനാട്ടിലുള്ള പ്രസരിപ്പ് അവിടെ എങ്ങനെയാണ് നമ്മൾ പിന്നെ സുരേന്ദ്രനെ കൊണ്ടുപോയി അവിടെ നിർത്തിച്ചേർന്ന്. സുരേന്ദ്രനെ 8 അടിയിൽ പൊട്ടു എന്നുള്ളത് ദുനിയാവിലുള്ള അള്ളാന്റെ ദുനിയാവിലുള്ള എല്ലാവർക്കും അറിയും, മൊത്തത്തിൽ അറിയും. അതിന് പിന്നെ അവിടെ തോക്കും. പക്ഷെ ആരോടാണ് മത്സരിക്കുന്നത് എന്നതാണ് പ്രാധാന്യം. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് വേൾഡ് വൈൽഡായിട്ടുള്ള ഒരു പ്രസരിപ്പ് കിട്ടും. അത് ഉറ്റുനോക്കുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് ആടെ എങ്ങനെങ്കിലും നിന്നിട്ട് തോറ്റങ്ങ് മതി. ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കപ്പെടും. വേൾഡ് ശ്രദ്ധിക്കും. ഇപ്പോൾ ഇന്ന് വരെ നമ്മൾ ഇന്ന് പീടിയിൽ പണിയെടുക്കുമ്പോൾ കൗമാരിമാര് ചോദിച്ചില്ല ഇന്ന് നിങ്ങളുടെ നാട്ടിൽ ഇലക്ഷൻ എണ്ണുന്നുണ്ട് ഇലക്ഷൻ. അതാണ് സംഭവം. അപ്പം ഈ ചങ്ങായിക്ക് അറിയും എന്തായാലും ഞാൻ 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യം സുന്ദരമായിട്ട് അറിയും. പക്ഷെ ആരോടാണ് ഫൈറ്റാക്ക് എന്നതാണ് അവിടെ പ്രാധാന്യം. വടകരയിലെ നമ്മുടെ ടീച്ചറിനെ പറ്റിയിട്ട് വെച്ചാൽ ടീച്ചർ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അതേപോലെ തന്നെ കട്ടക്കുള്ള സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ അല്ലേ. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന കുറേ വോട്ടുകളുണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഈ നിഷ്പക്ഷമായിട്ട് ലാസ്റ്റ് മൊമെന്റിലാണ് വെറുതെ തിരിയാൻ ഈ ഞെർക്കെടുക്കുന്ന അങ്ങനെ കുലുക്കിയിട്ട് ഞെർക്കെടുക്കുന്നില്ലേ, കുറിയെടുക്കുന്ന പോലെ ആരിക്കണോ ലാസ്റ്റ് എന്താക്കി വെച്ചാൽ ഒരു കാഫിറിന്റെ ഒരു മുസീബത്ത് കൊണ്ടുവന്നിട്ട് ഇബ്ലീസിന്റെ മുട്ട എന്ന് പറഞ്ഞ പോലെ അവിടെ കൊണ്ടിട്ട്. പക്ഷെ വേറെ സംഭവം, കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ് എല്ലാവരുടെ മനസ്സിലും പല പല. പക്ഷെ തിരിച്ച് എന്തായി അറിയോ, കഫീറായിട്ട് മാറി. ആര് മാറി?
കാഫിറല്ല, കഫീർ. കഫീർ എന്ന് പറഞ്ഞാൽ ശൂന്യൻ, ഒന്നുമല്ല ഉണ്ടായി. ടീച്ചറുമാണ് അവിടെ അതാണ് സംഭവിച്ചത്. ടീച്ചർക്ക് നല്ലൊരു അവര് വെച്ച പാരക്ക അവർക്ക് തന്നെ മന്ത്രിച്ചിട്ട് വെച്ച മുട്ട ഓരോ കയ്യിൽ നിന്ന് പൊട്ടിച്ചു. അത് ബോംബായിട്ടും ആവാം, മുട്ടയായിട്ടും ആവാം. അതാണ് സംഭവിച്ചത്. അതാണ് നമ്മുടെ പ്രേമചന്ദ്രനെ പറ്റിയിട്ട് എന്തെങ്കിലും 2 വാക്ക്. എം കെ പ്രേമചന്ദ്രൻ നിൽക്കണില്ല. അതായത് ആദ്യം ഞാൻ പറഞ്ഞിന് എന്ന് വെച്ചാല് മുകേഷാണ് അവിടെ നിൽക്കുന്നത് എതിരായിട്ട്. ആ ചങ്ങായി ജയിച്ച് ഇങ്ങനെ തോറ്റേക്കല് ബഡായി ബംഗ്ലാവിൽ കാണും. അതല്ലാണ്ട് നമ്മൾ എം കെ പ്രേമചന്ദ്രനെ കാണുന്നത് നമ്മളെ ജനങ്ങളെ ഹൃദയത്തിൽ കാണും. അതാണ് അടുത്ത പ്രാധാന്യം. പ്രേമചന്ദ്രൻ 2 പാർട്ടിക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു ഒരു പാർട്ടിക്കാർക്കല്ല, അവിടുത്തെ ജനങ്ങൾക്ക്. മൊത്തത്തില് ആ ജില്ലയിൽ ലോക്സഭയിൽ അവിടെ പോയാലും 2 പാർട്ടിക്കാർക്കും എല്ലാവർക്കും. അതായത് സ്പീച്ച് നമ്പർ 1 സ്പീച്ചാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ട് നിൽക്കുന്നതാണ്. അതെ, സ്പീച്ച് ഒന്ന് ആവർത്തനമില്ലാത്ത സ്പീച്ച്. പിന്നെ വെച്ചാൽ മറ്റുള്ളവരെ അലസരപ്പെടാതെ അതല്ലെങ്കിൽ വിഷമിപ്പിക്കാതെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന സ്പീച്ച് എല്ലാ മത നേതാക്കന്മാർക്കും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകർക്കും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക. അത് BJP എന്നോ RSS എന്നോ അത് UDF എന്നോ ഒന്നുമില്ലാതെ. അതുകൊണ്ടാണ് അവിടെ ഇന്ന് നമ്മുടെ ഇലക്ഷനിൽ തന്നെ പറയുന്ന സമയത്ത് തന്നെ വന്നേ പ്രേമചന്ദ്രനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് എന്തായാലും ജയിക്കും എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ആലത്തൂരില് പാട്ടും പാടിയിട്ട് ജയിക്കും എന്നാണ് പറഞ്ഞത്. അത് ഏത് പാട്ട് എന്നാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷത്തിന് മേലെ ഉണ്ടായിരുന്നു 1 ലക്ഷത്തി സംതിങ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം എന്താ വെച്ചാൽ ഇത് രാഷ്ട്രീയ കളികൾ വേറെ ഉണ്ട്. ഇത് നമ്മളെ വിശ്വസിക്കുന്ന പോലെയുള്ള ഇലക്ഷൻ എല്ലാം ശരിക്കും നടക്കാൻ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ മന്ത്രങ്ങളും തന്ത്രങ്ങളും എന്നുള്ള അടങ്ങിയതാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ കച്ചവടം. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ശശി തരൂർ അവസാന ദിവസം വിജയിച്ചതിനെ പറ്റി അത് നല്ലോണം ബേജാറാക്കില്ലേ നമ്മളെ? കാരണം വെച്ചാൽ ജയിക്കും ആര് ജയിക്കും, BJP ജയിക്കും എങ്ങ് കൊണ്ടുപോയിട്ട് തോക്കും ഇങ്ങനെ കൊണ്ടുപോയി. പക്ഷെ നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അവിടെ, നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. BJPന്റെ നേതാവ് എന്ന് പറയുന്ന വ്യക്തിയും അവിടെ പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ മുമ്പ് പിന്നെ അതുപോലെ തന്നെ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഒരു ജില്ലയാണ്. എന്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ട് ഒരു പക്ഷെ അതായിരിക്കണം. അല്ല, ലോക്സഭയിലേക്ക് വേണ്ട ഒരു വ്യക്തിയാണ് ശശി തരൂർ. തീർച്ചയായിട്ടും നല്ല സ്പീച്ചും അതുപോലെ തന്നെ അറിവും വ്യക്തതയുമുള്ള കോൺഗ്രസിന്റെ കോൺഗ്രസിനല്ല ഒരു പാർട്ടി, കോൺഗ്രസിന്റെ ഒരു അടിത്തറ എന്നുള്ള രീതിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയാം. പക്ഷെ പ്രേമചന്ദ്രനെ കുറിച്ച് വേറെ കാര്യമുണ്ട്. ഇന്ന് കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അതായത് ഇപ്പം UDFന്റെ കൂട്ടുകക്ഷിയായിട്ടുള്ളതാണല്ലോ RSP. അതുപോലെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നാളെ ഒരു പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കൂടായിട്ടുമില്ല. ആ ഒരു വ്യക്തിത്വം നമ്മൾ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കണ്ണൂര് സുധാകരന് പോലും അറിയാലോ സുധാകരന് പോലും അറിയാലോ സുധാകരനെ എങ്ങനെ വിളിച്ചിട്ട് ചോദിക്കണം, കുലുക്കിട്ട് പറയണം ഇതാ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് ഇത്ര വോട്ടിന്. അപ്പൊ ആ ബദരീകളെന്ന് പറയാത്ത അള്ളകാത്ത്. കാരണം ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂര്. കാരണം കേരളത്തിന്റെ 2 തവണ മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച പിണറായി വിജയന്റെ ഒരു ജില്ലയാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് കണ്ണൂർ ജില്ല. ഒരു മണ്ഡലത്തിലും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് അദ്ദേഹത്തിന് അണികളോട് കാണിക്കുന്ന ഒരു ധാർഷ്ട്യമില്ലേ, അത് തന്നെയാണ് കേരളത്തിൽ ധാർഷ്ട്യം ഒന്നത്. രണ്ടാമത്തെ പച്ചക്ക് പറയാന്ന് വെച്ചാൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ പല ആളുകൾക്കും അണികൾക്ക് തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സ്വന്തം ജില്ല പോലും സംരക്ഷിക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട്. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് വെച്ചാല് കേരളത്തിൽ ഒട്ടാകെ ഉള്ളത് ഉത്ബുദ്ധരായിട്ടുള്ള വോട്ടർമാർ എന്ന് 100 തവണ പറയണം. കാരണം നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ വളരെ വ്യക്തമായിട്ട് അതാത് ആർക്കാണോ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ തമാശ രീതിയും കൂടി പറയാം. കാരണം വെച്ചാൽ 3 കോൺഗ്രസ് പാർട്ടി, BJPന്റെ പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ പാർട്ടിയും 3 പാർട്ടി മത്സരിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതായത് നമ്മൾ പറയുന്നുള്ളൂ കേരളം സുന്ദരമാണ്. അതുകൊണ്ട് 3 സ്ഥാനാർത്ഥികളെയും
വിഷമം കൂടാണ്ട് നിന്ന സ്ഥാനാർത്ഥികൾ, അതായത് 3 പാർട്ടിക്കാരെയും ജയിപ്പിച്ച ഏക ജില്ല നമ്മളെ കാസർഗോഡ്, സോറി കേരളം. പ്രബുദ്ധരായ ജനങ്ങള് വിജയിക്കണവരെന്നെ വിജയിക്കുന്നു, തോൽക്കേണ്ടവർ തന്നെ തോറ്റിന് എല്ലാവരും നല്ല നിലയിൽ പിന്നെ സുരേഷ് ഗോപിനെ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആദർശവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് നല്ല അയാൾ കുറെ വർഷമായി ഇങ്ങനെ കഷ്ടപ്പെടുന്നു. കഴിഞ്ഞ വർഷം മുതലേ തോൽവി അംഗീകരിക്കുകയും ഇപ്പൊ വിജയം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ, താങ്ക് യു.